ഭാരതം ഇന്ന് 75ാം സ്വാതന്ത്ര്യദിനത്തിന്റെ നിറവിലാണ്. മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് നമ്മുടേത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആസാദി കാ അമൃത് മഹോത്സവ് അഥവാ സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം എന്ന പേരിൽ രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഭൂമിയായ ഏറനാടിന്റെ മണ്ണിലാണ് നമ്മൾ അഭിമാനപൂർവ്വം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. പൂർവ്വപിതാക്കൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ ചരിത്രം പുതിയ തലമുറയുടെ അഭിമാനവും രാജ്യത്തോടുള്ള കൂറും 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ അവസരമൊരുക്കുമെന്നത് തീർച്ചയാണ്. സ്വാതന്ത്ര്യലബ്ധിയുടെ അധികം വൈകാതെ 1955 സ്ഥാപിതമായ അരീക്കോട് സുല്ലമുസ്സലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാ കാലങ്ങളിലും സ്വാതന്ത്ര്യത്തിന്റെ അമൃത് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ പ്രത്യേക പരിപാടികൾ നടത്തിവരുന്നുണ്ട്. ഗാന്ധിജിയുടെ 150ാം ജന്മദിനത്തിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നാഴികക്കല്ലായ ദണ്ഡിയാത്രയുടെ പുനരാവിഷ്കാരം വ്യത്യസ്തമായ രീതിയിൽ സംഘടിപ്പിച്ചത് ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പരിപാടി വീക്ഷിക്കാനായി എത്തിച്ചേർന്നത്. ഏറെ പുതുമകൾ നിറച്ചുവെച്ചാണ് ഈ കോവിഡ് കാലത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം നമ്മൾ നടത്തുന്നത്. സുല്ലമുസ്സലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിൽക്കുന്ന സുമനസ്സുകൾക്ക് ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അരീക്കോട് സുല്ലമുസ്സലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്വാതന്ത്ര്യം എന്നത് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമയത്താണ് ഈ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വർഷക്കാലമായി നമ്മൾ അതിജീവനത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഏറനാടിന്റെ മണ്ണിൽ അരീക്കോട്ട് ഉയർന്നു നിൽക്കുന്ന സുല്ലമുസ്സലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി നമ്മുടെ സ്കൂൾ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ തീം സോങ്ങിന്റെ അവതരണമാണ്. നമ്മുടെ സ്കൂളിലെ കലാകാരികൾ ചേർന്നാണ് ഈ തീം സോങ് അവതരിപ്പിക്കുന്നത്. സ്കൂളിലെ സംഗീതാധ്യാപകൻ കൂടിയായ ഹക്കീം സാറിന്റെ ശിക്ഷണത്തിൽ അദ്ദേഹം തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ഗാനത്തിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ അരീക്കോട്ടുകാരി തന്നെയാണ്. അരീക്കോട് പുത്തലം സ്വദേശി ജഷീല സഫീർ, അഡ്വക്കേറ്റ് സഫീറിന്റെ ഭാര്യ, സഫീർ MTയുടെ ഭാര്യയാണ്. ജാസ് മാമ്പുഴ എന്ന പേരിലാണ് അവർ പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഈ തീം സോങ്ങിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാഴുക
ഭാവിയും വാഴുക കൂട്ടുകാരുടെ തീം സോങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ പരിപാടിയിൽ ഔപചാരികതകൾ പരമാവധി കുറച്ചുകൊണ്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആമുഖ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി സ്കൂളിന്റെ പ്രിൻസിപ്പൽ, ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ KT മുനീബ് റഹ്മാൻ സാറെ സ്നേഹാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏറെ സവിശേഷമായ സാഹചര്യത്തിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ് ഇപ്രാവശ്യം നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. വിദ്യാർത്ഥികളിൽ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യവും രാജ്യത്തോടുള്ള കൂറും വർദ്ധിപ്പിക്കുന്നതിന് വർണ്ണാഭമായ രീതിയിൽ തന്നെയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനകർമ്മം നടത്തുന്നത് ടോക്കിയോ ഒളിമ്പിക്സിൽ രാജ്യത്തിനു വേണ്ടി ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിത്തന്ന നമ്മുടെ അഭിമാനഭാജനമായ ഒളിമ്പ്യൻ ശ്രീജേഷാണ്. അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. സ്വാതന്ത്ര്യ ദിന പ്രഭാഷണം നടത്തുന്ന മുഖ്യ അതിഥി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPSന്റെ സാന്നിധ്യം ഈ ആഘോഷ പരിപാടിയുടെ ഒരു സവിശേഷതയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അധ്യാവസാനം വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പ്ലേബാക്ക് സിംഗർ കണ്ണൂർ ഷെരീഫിന്റെ സാന്നിധ്യവും ഈ പരിപാടിയുടെ മാറ്റ് വർദ്ധിപ്പിക്കുന്നു. സ്കൂളിലെ സംഗീത അധ്യാപകൻ ഹക്കീം പുൽപ്പറ്റയുടെ നേതൃത്വത്തിൽ ദേശഭക്തിഗാന വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ സമയവും പരിപാടി വീക്ഷിക്കണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഇന്ത്യയുടെ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ ചാരിതാർത്ഥ്യത്തിലാണ് നമ്മൾ ഈ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ രാജ്യത്തിന്റെ അഭിമാനം കാത്ത ഹോക്കി ടീമിന്റെ കാവൽക്കാരൻ മലയാളിയായ ഒളിമ്പ്യൻ ശ്രീജേഷ്, അദ്ദേഹമാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പുതിയ തലമുറയുടെ പ്രതീക്ഷയും ആവേശവുമാണ് ശ്രീജേഷ്. അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി സ്നേഹാദരം ക്ഷണിക്കുന്നു.
നമസ്കാരം, ഞാൻ ശ്രീജേഷ് PR. വളരെയധികം തിരക്കാണ് ഈ ഒരു സമയത്ത്. എന്നിരുന്നാലും ഇന്ന് സുല്ലം മുസ്ലാം ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ ഒരു സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഈ ഒരു സ്വാതന്ത്ര്യദിന പരിപാടി ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പറയുകയാണ്. എല്ലാവർക്കും ഒരു നല്ല സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യ ദിന പ്രഭാഷണം നിർവഹിക്കുന്നത് കേരളത്തിന്റെ മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS അവർകളാണ്. അദ്ദേഹം സർവീസിലിരിക്കെ നിരവധി വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ അറിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല, ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസുകളും പ്രഭാഷണങ്ങളുമായി സജീവമായി രംഗത്തുണ്ട്. അദ്ദേഹത്തെ തന്നെ നമുക്ക് ഈ പരിപാടിയിൽ സ്വാതന്ത്ര്യദിന പ്രഭാഷണം നിർവഹിക്കുവാൻ വേണ്ടി ലഭിച്ചിരിക്കുന്നു എന്നത് ഈ പരിപാടിയുടെ ഒരു സവിശേഷത കൂടിയാണ്. സർ, പ്ലീസ്, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ് സ്വാതന്ത്ര്യദിന പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി. അരീക്കോട് സുല്ലം മുസല്ലാം സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വാതന്ത്ര്യസമര ദിനത്തിൻ്റെ സന്ദേശം നൽകാനായി എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തട്ടെ. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടായ ഒരു സ്കൂളാണിത്. ആ സ്കൂളിനും എനിക്കും ഒരേ പ്രായമാണ്. 1955 ഞാൻ ജനിച്ചത്. സ്കൂളും ഞാനുമൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ചവരാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് ഒരു 100 കൊല്ലം കൊണ്ടാണ്. 1757 മുതൽ 1857 വരെയുള്ള 100 വർഷങ്ങൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാഷ്ട്രമാണ്. ജഹാംഗീറിനെ കാണാൻ വേണ്ടി, മുഗൾ ചക്രവർത്തിയെ കാണാൻ വേണ്ടി സർ തോമസ് റോ 1615 ഡൽഹിയിലെത്തി. അദ്ദേഹം 45 മീറ്റർ മുമ്പാകെ മുട്ടുകുത്തിയ ശേഷം മുട്ടിലെഴഞ്ഞാണ് ചക്രവർത്തിയുടെ മുമ്പിലെത്തിയത്. പക്ഷേ ആ സർ തോമസ് റോയുടെ ബ്രിട്ടീഷ് രാജ്യം ഇന്ത്യ പിടിച്ചടക്കാനായി വന്ന അവരൊരു അറ്റ്ലസ് വെച്ച ശേഷം ഇന്ത്യയെ പതുക്കെ പിടിക്കാൻ തുടങ്ങി. അതൊരു ക്ലോക്ക് വൈസ് ഓപ്പറേഷനായിരുന്നു. 1757 പ്ലാസി യുദ്ധത്തോടു കൂടി വെസ്റ്റ് ബംഗാൾ, ബംഗ്ലാദേശ്, ആസാം തുടങ്ങിയ പ്രദേശങ്ങൾ സിറാജുദ്ദൗളയെ തോൽപ്പിച്ച ശേഷം ബ്രിട്ടീഷുകാർ കൈയടക്കി. അന്നത്തെ മുർഷിദാബാദ് പട്ടണം കണ്ടിട്ട് അന്നത്തെ ക്ലൈവ് പറയുകയാണ്, ലണ്ടൻ പട്ടണത്തേക്കാൾ സമ്പൽ സമൃദ്ധവും ജനസംഖ്യയുമുള്ള പട്ടണമാണ് മുർഷിദാബാദ് എന്ന്. 1757 ഈസ്റ്റേൺ ഇന്ത്യ പിടിച്ചെടുത്ത ശേഷം 7 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1764 ബ്രിട്ടീഷുകാർ ബക്സർ യുദ്ധത്തോടു കൂടി ഔദ് രാജ്യത്തെയും അവരുടെ കൂട്ടുനിന്ന 2 രാജ്യങ്ങളെയും കീഴടക്കി. അങ്ങനെ ബീഹാർ, ഒറീസ, ഈസ്റ്റേൺ UP-യുടെ കുറേ ഭാഗങ്ങൾ ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അപ്പോൾ പൂർണ്ണമായും ഈസ്റ്റ് ഇന്ത്യ അവരുടെ കയ്യിലായി. അത് കഴിഞ്ഞ ശേഷം ബ്രിട്ടീഷുകാർ തെക്കേ ഇന്ത്യ പിടിച്ചടക്കാനായി തീരുമാനിച്ചു. അങ്ങനെ തെക്കേ ഇന്ത്യയിൽ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഹൈദരാലിയും ടിപ്പു സുൽത്താനുമാണ്. അവരെ പിടിക്കാൻ വേണ്ടി അവർ തെക്കോട്ട് വന്ന ശേഷം 4 കർണാട്ടിക് യുദ്ധങ്ങളാണുള്ളത്. 1769 മുതൽ 1798 വരെയാണ് ആ യുദ്ധങ്ങൾ. ആ യുദ്ധങ്ങൾക്ക് അവസാനം അവർ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുകയും വധിക്കുകയും ചെയ്ത ശേഷം തമിഴ്നാടു, തെക്കൻ ആന്ധ്രാപ്രദേശ്, കർണാടക,
കേരളത്തിൻ്റെ വടക്കൻ മേഖലയായ മലബാർ ഇത്രയും ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആയി. 1806 കൊച്ചി അവരുടെ അധീനതയിലായി. പാലിത്തച്ചൻ റിവോൾട്ടിന് ശേഷം 1809 വേലുത്തമ്പി ദളവായ പരാജയപ്പെടുത്തിയ ശേഷം തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അവർ പിടിച്ചെടുത്ത് മദ്രാസ് പ്രസിഡൻസിയിൽ ലയിപ്പിച്ചില്ല, പക്ഷെ അവരുടെ അധീനതയിലായി. അതിനുശേഷം ബ്രിട്ടീഷുകാർ വെസ്റ്റേൺ ഇന്ത്യ പിടിച്ചടക്കാൻ തീരുമാനിച്ചു. വെസ്റ്റേൺ ഇന്ത്യയിലെ പ്രസിദ്ധരായ ശക്തികൾ മറാത്താക്കാരായിരുന്നു. മറാത്താക്കാർക്ക് 2 ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു, സത്താറ, കൊൽഹാപൂർ. അവരുടെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിരുന്ന പേഷ്വ, അദ്ദേഹം പൂനെയിലായിരുന്നു. അവർക്ക് സഹായം ചെയ്തിരുന്നത് ബറോഡ ആയിരുന്നു. ബറോഡ ഗുജറാത്തിലാണ്. പിന്നെ ഹോൾക്കർ മധ്യപ്രദേശിലാണ്, ഇൻഡോർ മേഖലയിലാണ്. പിന്നെ അവരോടൊപ്പം നിന്നിരുന്നത് സിന്ധ്യാസാണ്. ആ സിന്ധ്യാസ് നാഗ്പൂർ ആൻഡ് വെസ്റ്റേൺ മധ്യപ്രദേശ് ഏരിയയാണ്. തുടർച്ചയായ 4 യുദ്ധങ്ങൾ. ആ 4 യുദ്ധങ്ങളിൽ നൈസാമിനെ കൂടെ കൂട്ടി, മറ്റ് പലരെയും കൂടെ കൂട്ടി. എന്നിട്ട് 4 യുദ്ധങ്ങൾ 1818 അവസാനിച്ചപ്പോൾ മറാത്താകളെ കംപ്ലീറ്റായി ബ്രിട്ടീഷുകാർ അവരുടെ കയ്യിൽ ചേർത്തു. അങ്ങനെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ്റെ തെക്കൻ പ്രദേശങ്ങൾ എല്ലാം ബ്രിട്ടീഷുകാരുടെ കൈകളിലെത്തി. അതിനുശേഷം ബ്രിട്ടീഷുകാർ പഞ്ചാബിനെ ലക്ഷ്യമാക്കി നീങ്ങി. രാജാ രഞ്ജിത് സിംഗ് ജീവിച്ചിരിക്കുമ്പോൾ പഞ്ചാബിനെ പിടിച്ചിറക്കുക എളുപ്പമല്ലായിരുന്നു. പക്ഷേ 1839 റാണ രഞ്ജിത് സിംഗ് മരിച്ചു കഴിഞ്ഞപ്പോൾ, അത് ബ്രിട്ടീഷുകാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജാ രഞ്ജിത് സിംഗ് മരിച്ചു വീണത്. ഇവരെന്തോ വിഷവസ്തുക്കൾ കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നവർ ചരിത്രത്തിലുണ്ട്, പക്ഷേ തെളിയിക്കാൻ പറ്റിയല്ല. റാണ രഞ്ജിത് സിംഗ് ഹാർട്ട് അറ്റാക്കാണ് എന്ന് പറയുന്ന മരണത്തോടു കൂടി അവർ ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾക്ക് പുറപ്പെട്ടു. 4 യുദ്ധങ്ങൾക്ക് ശേഷം 1846 ആയപ്പോൾ പഞ്ചാബ്, ഹരിയാന, ലാഹോർ ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കാശ്മീർ ഇത്രയും പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ കൈകളിലെത്തി. അത് കഴിഞ്ഞ് അവർ 9 വർഷം കൊണ്ട് കറങ്ങി ഡൽഹിയിലെത്തി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടുകൂടി മുഗൾ രാജവംശത്തിലെ അവസാന രാജാവായിരുന്ന ബഹദൂർ ഷാ സഫറിനെ അവർ അറസ്റ്റ് ചെയ്ത് ബർമയിൽ കൊണ്ടുപോയി ഒരു കാർ ഷെഡിൽ കെട്ടിയിട്ടു. എന്നിട്ട് ഝാൻസി റാണിയെയും താന്ത്യ തോപ്പിയെയും ഔദിലെ രാജാവിനെയും ഒക്കെ പരാജയപ്പെടുത്തി അവർ ഡൽഹി ഉൾപ്പെടെയുള്ള നോർത്ത് ഇന്ത്യ പിടിച്ചിറക്കി. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിക്കുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ആദ്യം ഈസ്റ്റ്, പിന്നെ സൗത്ത്, പിന്നെ വെസ്റ്റ്, പിന്നെ നോർത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത്. ടാഗോർ ജനഗണമന എഴുതുമ്പോൾ ക്ലോക്ക് വൈസായി പിടിച്ച ഇന്ത്യയെ ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, ഉത്കല, ബംഗാൾ എന്ന ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് ജനഗണമനയിൽ എഴുതിയിരിക്കുന്നത് ആ സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസായി ഇന്ത്യയെ ഇന്ത്യക്കാർ സ്വതന്ത്രമാക്കി എന്ന് പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ 1757 മുതൽ 1857 വരെ 100 വർഷക്കാലം കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്. 1857 മുതൽ 1947 വരെ 90 വർഷങ്ങളാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ആദ്യത്തെ 100 വർഷം നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. രണ്ടാമത് 90 വർഷം നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി നമ്മൾ സ്വാതന്ത്ര്യം നേടി. ഇതാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ 90 വർഷങ്ങളെ 3 ഭാഗമായി തിരിച്ചിരിക്കുകയാണ്. ഒന്ന് സൈലന്റ് പീരീഡ് എന്ന് പറയപ്പെടുന്ന 1857 മുതൽ 1885 വരെയുള്ളൊരു കാലഘട്ടം. രണ്ടാമത്തെ കാലഘട്ടം 1885 മുതൽ 1915 മഹാത്മാഗാന്ധി വരുന്നവരുള്ള കാലഘട്ടമാണ്. 1885 കോൺഗ്രസ് പാർട്ടി രൂപീകൃതമായ വർഷമാണ്. 1885 മുതൽ 1915 ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തി കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കുകയാണ്. അതാണ് 30 വർഷം. 1915 മുതൽ 1947 വരെ
32 വർഷങ്ങൾ. അതാണ് ഇന്ത്യയുടെ മഹാത്മാവിൻ്റെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ആദ്യത്തേത് 28 വർഷം, രണ്ടാമത്തെ പീരീഡ് 30 വർഷം, മൂന്നാമത്തെ പീരീഡ് 32 വർഷം. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം ഏറ്റെടുത്ത സ്ഥലങ്ങൾ 3 പ്രസിഡൻസി ആക്കി. ബോംബെ പ്രസിഡൻസി, കൽക്കട്ട പ്രസിഡൻസി, മദ്രാസ് പ്രസിഡൻസി. ബാക്കിയുള്ളത് 429 നാട്ടുരാജ്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത്. അതിനാദ്യം അവർ ശ്രദ്ധേയമായ ഒരു അലയൻസ് ഉണ്ടാക്കി. അതാണ് സബോർഡിനേറ്റ് അലയൻസ് എന്ന് പറയപ്പെടുന്ന അലയൻസുകൾ. പിന്നെ രണ്ടാമത്തെ സ്റ്റേജിൽ അവർ അതിനെ ചരിത്രത്തിൽ വിളിക്കുന്ന സബ്സിഡിയറി അലയൻസ് എന്നാണ്. സബ്സിഡറി അലയൻസ്. രണ്ടാമതായിട്ട് അവർ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്നു. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ആൺ സന്തതി ഇല്ലാതെ രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ലയിക്കും. ഇതായിരുന്നു. അതിനെതിരെയാണ് ഝാൻസി റാണി യുദ്ധം ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വളരെ ശ്രദ്ധേയമായ സ്വാതന്ത്ര്യ സമരം ഉണ്ടായി 90 വർഷം. 1957 മുതൽ 1885 വരെ സമരങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. സംഘടിതമായൊരു ഫോം ഉണ്ടായിരുന്നില്ല. പക്ഷെ 1885 കോൺഗ്രസ് പാർട്ടി അലൻ ഒക്ടേവിയൻ ഹ്യൂ ഫോം ചെയ്തതോടുകൂടി ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദങ്ങളെ വളരെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനൊരു ശ്രമം ഉണ്ടായി. പക്ഷേ അത് പട്ടണ പ്രദേശങ്ങളിലാണ് ആ ശ്രമങ്ങൾ കാര്യമായി നടന്നത്. വക്കീലന്മാരായിരുന്നു അതിൻ്റെ ഫ്രണ്ട് നിരയിലുണ്ടായിരുന്നു. ഗോഖലെ, ബാലഗംഗാധര തിലകൻ തുടങ്ങിയ ആളുകൾ. അവർ വളരെ ഭംഗിയായിട്ട് ആ ശ്രമങ്ങളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാത്മജി 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു. സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുമെന്ന് കണ്ടപ്പോൾ ബ്രിട്ടീഷുകാർ വളരെ ഭംഗിയായിട്ട് സ്വാതന്ത്ര്യ സമരം അട്ടിമറിക്കാൻ ശ്രമിച്ചു. ആദ്യം അവർ ഇന്ത്യയിലെ ഹിന്ദുക്കളെ കയ്യിലെടുത്തുകൊണ്ട് മുസ്ലിം റൂളേഴ്സായ സിറാജുദ്ദൗള, മുഗൾ എംപയർ, ടിപ്പു സുൽത്താൻ തുടങ്ങിയവരെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. അതിനവരുണ്ടാക്കിയ വലിയൊരു തിയറിയാണ് ആര്യൻ തിയറി എന്ന് പറയുന്നത്. മാക്സ് വെല്ലറുടെ നേതൃത്വത്തിലുള്ള ആര്യൻ തിയറി. അതായത് ആര്യന്മാർക്കൊരു വെസ്റ്റേൺ ബ്രാഞ്ചുണ്ട്, അതിലാണ് ഇംഗ്ലീഷുകാരും ജർമ്മൻകാരും ഒക്കെ. ആര്യന്മാർക്കൊരു ഈസ്റ്റേൺ ബ്രാഞ്ചുണ്ട്, അതാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഹിന്ദുക്കളും ഭായ് കസിൻസാണ് എന്ന്. ഇത് ബ്രിട്ടീഷുകാർ ചെല്ലുന്നിടത്തൊക്കെ ഈ ടെക്നിക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. അവർ വടക്കേ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടുത്തെ റെഡ് ഇന്ത്യൻസ് ഉത്തര യൂറോപ്പിൽ നിന്ന് പോയ വൈക്കിങ്സിന് സന്ധി പരമ്പരകളാണ്, അവരും ഇംഗ്ലീഷുകാരും കസിൻസാണെന്ന് പറഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞൊരു പ്രയോഗമാണ്. പക്ഷേ 1902 വിവേകാനന്ദ സ്വാമികൾ മരിച്ചതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഈ ചതിയിൽ പെടുത്താൻ പറ്റുകയില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഹിന്ദുക്കളെ ഒരുമിച്ച് നിർത്താതിരിക്കാൻ വേണ്ടി 1881 സെൻസസോട് കൂടി SC/ST വിഭാഗങ്ങളെ സെപ്പറേറ്റ് വർഗമാക്കി അവരെ മാറ്റി. അപ്പോൾ 25% വരുന്ന ഇന്ത്യൻ ജനതയുടെ SC/STs ഹിന്ദു മതത്തിൻ്റെ ഭാഗമല്ല, അവർ പ്രീ ഹിന്ദുവാണ് എന്ന് വരുത്തി ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയവർ. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ത്യയെ വിഭജിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കുകയാണ്. അതിന് 1907 അവർ മുസ്ലിം ലീഗ് എന്നൊരു സംഘടന ഉണ്ടാക്കി. ആദ്യത്തെ 15 വർഷം മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗുമായി യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വലിയ നേതാവായിരുന്നു. പക്ഷേ 1920 കഴിഞ്ഞതോടുകൂടി മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവായി ഉയർന്നു വരാൻ തുടങ്ങി. മുഹമ്മദ് അലി ജിന്ന നിസ്കരിക്കാത്ത, മുസ്ലിം പള്ളിയിൽ കയറാത്ത, മുസ്ലിം പേര് മാത്രമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരാളിനെ ബ്രിട്ടീഷുകാർ പിക്കപ്പ് ചെയ്തതും വളരെ ബോധപൂർവമാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തളിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് എന്നൊരു സെപ്പറേറ്റ് പാർട്ടി ഉണ്ടാക്കി, അവിടെ സെപ്പറേഷൻ ഉണ്ടാക്കി. പക്ഷേ ഗാന്ധിജി ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഖിലാഫത്ത് മൂവ്മെൻറ്റ് തുടങ്ങി 1921. അത് അവസാനം മാപ്പിള ലഹളകളായി മാറി. നിങ്ങളുടെ സ്കൂളിലിരിക്കുന്ന അരീക്കോട് അതിൻ്റെ വലിയ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. അവിടെയാണ് MSPയുടെ പ്രസിദ്ധമായ അരീക്കോട് ക്യാമ്പ് ഉണ്ടായിരുന്ന സ്ഥലം. പക്ഷേ
ഫൈനലായി ഇന്ത്യയിലെ ഹിന്ദുക്കളെ നിർവീര്യമാക്കണം. അതിന് അവരുടെ വലിയ കണ്ടുപിടുത്തമായിരുന്നു സൈന്ധവ നദീതര സംസ്കാരം. 1922 മോർട്ടിമർ വീലർ ഉൾപ്പെടെയുള്ള ആർക്കിയോളജിസ്റ്റുകളെ കൊണ്ടുവന്ന് അവർ പറഞ്ഞു ഇന്ത്യയിൽ ഒരു സൈന്ധവ നദീതര സംസ്കാരം ഉണ്ടായിരുന്നു. ആ സൈന്ധവ നദീതര സംസ്കാരം ആര്യന്മാർ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമാണ്. പ്രീ ആര്യനാണ്. അതായത് ഇന്ത്യയിലെ ഹിന്ദുക്കളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ജനതയായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഹിന്ദുക്കൾ പുറത്തു നിന്ന് വന്നവരാണ് എന്നൊരു തിയറി ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഡിസ്കവറി എന്ന വാക്കിന് ഇൻവേർട്ടർ കോമയായിരുന്നു. കാര്യം ഇന്ത്യയിൽ ചരിത്രാതീത കാലം മുതൽ ജനതകൾ ഉണ്ടായിരുന്നു, അവർ വസിച്ചുകൊണ്ടിരുന്നു. അതിനെ കാലഘട്ടം വെച്ച് ഡിവിഷൻ ഉണ്ടാക്കി ബ്രിട്ടീഷുകാർ. ഇവിടെ 14,000 വർഷങ്ങൾക്ക് മുമ്പ് ഭീംടക്കായിലെ മധ്യപ്രദേശിലെ കേവ് പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു, സംസ്കാരം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ 7,000-8,000 വർഷങ്ങൾക്ക് മുമ്പ് ജനതകളുണ്ടായിരുന്നു, പട്ടണങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ, അത് പ്രീ ആര്യനാണ്. ഇപ്പോഴത്തെ കാസ്റ്റ് ഹിന്ദുസിന് മുമ്പാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തെക്കേ ഇന്ത്യയിലെ ആൾക്കാരല്ല ഈ ദ്രാവിഡ വർഗ്ഗക്കാരാണ്. അതായത് തമിഴ്നാട്, കേരള, കർണാടക, ആന്ധ്രാപ്രദേശിലുള്ള ആളുകൾ ഉത്തരേന്ത്യക്കാരുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളാണ്. ഈ മഹാരാഷ്ട്രയുടെ കോസ്റ്റൽ ടൗണിലുള്ളവർ കോലാരിയൻസാണ്. അവർ തുർക്കിക്ക് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത കോലാരിയൻസാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്നൊരു ഡിവൈഡ് ഉണ്ടാക്കി ഹിന്ദുക്കളെ തന്നെ വിഭജിക്കാൻ വേണ്ടി. എന്നിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930 വന്നു. അവിടെ ട്രൈ പാർട്ടി ഡിവിഷൻ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാക്കാൻ തുടങ്ങി. SC/ST പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസി, മുസ്ലിങ്ങൾക്ക് പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസി, ഹിന്ദുക്കൾക്ക് പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസി. അതായത് 20% വരുന്ന 24% വരുന്ന SC/ST സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി, 16% വരുന്ന മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി, ബാക്കിയുള്ള ഹിന്ദുക്കൾക്ക് ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസി, ട്രൈപാർട്ടിയേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഇത് ഭയങ്കര അപകടകരമായ സംഭവമാണ്. മഹാനായ അംബേദ്കർക്ക് ഇത് മനസ്സിലായി. അദ്ദേഹവും ഗാന്ധിജിയും കൂടി അത് സ്റ്റോപ്പ് ചെയ്തു. അല്ലെങ്കിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസ് വലിയ അപകടമായി ഭവിക്കുമായിരുന്നു. അങ്ങനെയാവുമ്പോൾ ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ ഇനി ഒന്നിച്ച് നിർത്തരുത്, കാര്യം സ്വാതന്ത്ര്യം അനിവാര്യമായി മാറിയപ്പോൾ ഇനി ഒന്നിച്ച് നിർത്തരുത് എന്ന ഒരു ശ്രമം ഉണ്ടായി. ആ ശ്രമം വളരെ പ്രത്യേകമായ ഒരു നീക്കത്തിലാണ് സംഭവിച്ചത്. അതിനവരെന്ത് ചെയ്യുന്നറിയാമോ? ഒറിജിനലി എന്താണ് ഭാരതം? ഭാരതം വിഷ്ണു പുരാണമാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഉത്തരം സമുദ്രസ്യ ഹിമാലയ ചൈവ ദക്ഷിണം. അതായത് ഹിമാലയ പർവ്വതത്തിന് തെക്ക്, സമുദ്രങ്ങൾക്ക് വടക്കമാണ് ഇന്ത്യ. ആ ഡെഫിനേഷൻ അനുസരിച്ച് ഉള്ള ഇന്ത്യ ബലൂചിസ്ഥാൻ്റെ അപ്പുറത്തെ പർവ്വതനിരകളിൽ തുടങ്ങി കാശ്മീരിൻ്റെ മുകളിലുള്ള പർവ്വതനിരകളിലൂടെ ഇന്ത്യയുടെ വടക്കുള്ള ഹിമാലയ പർവ്വതത്തിലൂടെ കടന്ന് അത് ആസാമിൽ ചെന്ന് ആസാമിലെ പർവ്വത നിരകൾക്കപ്പുറത്ത് കൂടി അങ്ങ് ബർമയിലെ അരക്കൻ യോമ, പൊഗു യോമ വഴി അങ്ങ് കടലിൽ ചെന്ന് മുട്ടുന്ന ഒരു ഭൂപ്രദേശമാണ്. അപ്പോൾ ആ ഭൂപ്രദേശത്തെ ഒന്നിപ്പിക്കരുത്, ഡിവൈഡ് ചെയ്യണം എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സാക്കിയ ശേഷം അവർ 1937 ബർമയെ സെപ്പറേറ്റ് ചെയ്തു. ബുദ്ധമതർക്ക് ഭൂരിപക്ഷമുള്ള ബർമയെ സെപ്പറേറ്റ് ചെയ്തു. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ബർമയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല, സെപ്പറേറ്റ് രാജ്യമാക്കി. 1938 സിലോണിനെ സെപ്പറേറ്റ് ചെയ്തു, സെപ്പറേറ്റ് പ്രോവിൻസ് ആക്കി. 47 സിലോണിന് സ്വാതന്ത്ര്യം കൊടുത്തില്ല, 48 സിലോണിന് സ്വാതന്ത്ര്യം കൊടുത്തു. കാശ്മീരിനെ സെപ്പറേറ്റ് രാജ്യമാക്കി, ഹരി സിംഗിൻ്റെ നേതൃത്വത്തിൽ സെപ്പറേറ്റ് രാജ്യമാക്കി. പ്രൊട്ടക്ടറേറ്റ്സിനെ 3 നേപ്പാൾ, സിക്കിം, ഭൂട്ടാൻ പ്രത്യേക രാജ്യങ്ങളാക്കി. മാൽദീവ്സിന് സ്വാതന്ത്ര്യം കൊടുത്തില്ല, 63 സ്വാതന്ത്ര്യം കൊടുത്തു, അതപ്പോൾ സെപ്പറേറ്റ് രാജ്യമായി. പിന്നെ ഫ്രഞ്ചുകാർക്ക് നിയന്ത്രണമുള്ള പോണ്ടിച്ചേരി, ഡാം, കാരൈക്കൽ, മാഹി, യാനം അവർക്ക് തന്നെ ഭരണം കൊടുത്തു, ക്രിസ്ത്യൻ ഭരണത്തിൽ തന്നെ വിട്ടു. പോർച്ചുഗീസുകാരുടെ ഗോവ, ഡാമൻ, ഡിയു അത് പ്രത്യേക സ്വാതന്ത്ര്യമാക്കി പോർച്ചുഗീസുകാർ കൊടുത്തു. അങ്ങനെ ഇന്ത്യയെ 11 കഷ്ണങ്ങളാക്കി മാറ്റി. 11 കഷ്ണങ്ങൾ.
42 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റോട് കൂടി ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി നിൽക്കാൻ പറ്റത്തില്ല. ബ്രിട്ടീഷുകാർ ക്വിറ്റ് ഇന്ത്യ എന്ന പ്രവചനം ഉണ്ടാക്കി. 46 നേവൽ മ്യൂട്ടിനിയും കഴിഞ്ഞതോടുകൂടി രണ്ടാം ലോകമഹായുദ്ധത്തിൽ തകർന്ന് അടിഞ്ഞ് ബലഹീനമായി പോയ ബ്രിട്ടൻ അൾട്ടിമേറ്റ്ലി അമേരിക്കക്കാർ വന്ന് രണ്ടാം ലോകമഹായുദ്ധം ബ്രിട്ടീഷ് സൈഡ് ജയിച്ചെങ്കിലും ഒരു സാമ്രാജ്യം നിലനിർത്താനുള്ള ശക്തി അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ഇന്ത്യയെ 11 കഷ്ണമാക്കി മാറ്റിയിരുന്നു. 11 സെപ്പറേറ്റ് ഡിവിഷൻസ്. പക്ഷെ പിന്നീട് 47 കാശ്മീരിൽ പാകിസ്ഥാൻ സൈന്യം നുഴഞ്ഞു കയറിയപ്പോൾ കാശ്മീർ ഇന്ത്യയുമായി അക്സൈഡ് ചെയ്തു. അങ്ങനെ കാശ്മീർ ഇന്ത്യയുമായി ലയിച്ചു. അതായത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ ബുദ്ധമതക്കാർക്ക് ഭൂരിപക്ഷമുള്ള 4 രാജ്യങ്ങളായിരുന്നു. ഭൂട്ടാൻ, സിക്കിം, ബർമ ആൻഡ് സിലോൺ 4 രാജ്യങ്ങളായി. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 3 രാജ്യം: കാശ്മീർ, പാകിസ്ഥാൻ, മാൽഡീവ്സ്. ഹിന്ദു രാഷ്ട്രം ഒരെണ്ണം നേപ്പാൾ. ഒരു രാഷ്ട്രം സെക്കുലറാണ്. ഇന്ത്യക്ക് മതമില്ല. അങ്ങനെയാണ് പിന്നെ ക്രിസ്ത്യാനിക്ക് ഭൂരിപക്ഷമുള്ള 2 രാജ്യം: പോണ്ടിച്ചേരി ഫ്രഞ്ചുകാരുടെ കയ്യിലും ഗോവ പോർച്ചുഗീസുകാരുടെ കയ്യിലും. അപ്പോൾ ഇങ്ങനെ 11 രാഷ്ട്രമാക്കി മാറ്റി. അപ്പോൾ 4 ബുദ്ധമത രാഷ്ട്രങ്ങൾ, 3 മുസ്ലിം രാഷ്ട്രങ്ങൾ, 2 ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ, പിന്നെ 1 ഹിന്ദു രാഷ്ട്രം, 1 സെക്കുലർ. പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ വളരെ ശ്രദ്ധേയമായി ഇത് സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. 47 നമ്മൾ കാശ്മീർ ഇന്ത്യയുമായി അക്സൈഡ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം 54 ഫ്രഞ്ചുകാരുടെ ടെറിട്ടറീസ്, ഫ്രഞ്ചുകാരുടെ അഗ്രിമെൻ്റ് ഉണ്ടാക്കി ഇന്ത്യ ഏറ്റെടുത്തു. 61 ഗോവ ഡാമൻ ദ്വീപ് പിടിച്ചെടുത്തു. 75 സിക്കിം ഇന്ത്യയുടെ കൂടെ ചേർന്നു. അങ്ങനെ 71 പാകിസ്ഥാൻ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ബംഗ്ലാദേശ് ഉണ്ടായി. അങ്ങനെ 11 രാഷ്ട്രങ്ങളായി ബ്രിട്ടീഷുകാർ വിട്ട രാജ്യം ഇപ്പോഴും 8 രാജ്യങ്ങളായി തുടരുകയാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരം എന്താണെന്നും എങ്ങനെയാണ് നാം കാണുന്ന ഇന്ത്യ ഇങ്ങനെ ആയെന്നും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വാതന്ത്ര്യ സമര ദിവസം കുട്ടികൾ, വിദ്യാർത്ഥികൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും ഇന്ത്യ ഒരു വിദേശ ശക്തി പിടിച്ചെടുക്കാൻ പാടില്ല. പല രീതിയിൽ ഇന്ത്യക്ക് തകർച്ച ഉണ്ടാവാം. സാമ്പത്തികമായി തകർന്നാൽ ഇന്ത്യ തകരും. അതുണ്ടാവാതെ നോക്കണം. സാമൂഹികപരമായി വിവരിച്ചു നിന്നാൽ ഇന്ത്യ വീണ്ടും തകരും. അതുണ്ടാവരുത്. ഭൂരിപക്ഷ കക്ഷിയോ ന്യൂനപക്ഷ കക്ഷികളോ മറ്റുള്ളവരെ അടിച്ചമർത്താൻ ശ്രമിക്കരുത്. എല്ലാവർക്കും വോട്ടവകാശവും എല്ലാവർക്കും സമത്വവുമുള്ള ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കണം. ഇന്ത്യ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാഷ്ട്രമായിരുന്നു. 1662 മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് എഴുതുമ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഒരു രാഷ്ട്രം വേണം സാത്താൻ്റെ രാഷ്ട്രവുമായി താരതമ്യപ്പെടുത്താൻ. മിൽട്ടൺ ഉപയോഗിക്കുന്ന വാക്ക് ദ വെൽത്ത് ഓഫ് ഓർമോസ് ആൻഡ് ഇൻഡ് എന്നാണ്. ഇന്ത്യയുടെ സമ്പത്തുള്ള സാത്താൻ എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാഷ്ട്രം. 1532 സർ തോമസ് മോർ യൂട്ടോപ്യ എഴുതി. അപ്പോൾ യൂട്ടോപ്യയുടെ തലസ്ഥാനം ലോകത്തിലെ ഏറ്റവും നല്ല പട്ടണത്തിൻ്റെ പേര് കൊടുക്കണം. അങ്ങനെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വാക്കുകൾ തപ്പി നടന്നു. അവസാനം അദ്ദേഹം കണ്ടെത്തിയത് യൂട്ടോപ്യയുടെ തലസ്ഥാനം കോഴിക്കോടാണ്. കേരളത്തിൻ്റെ സാമൂതിരിയുടെ തലസ്ഥാനമായിരുന്നു കോഴിക്കോട്. ലോകത്തിലെ ഏറ്റവും നല്ല പട്ടണമായിരുന്നു. ലോകത്തിൻ്റെ GDPയുടെ 22% ഇന്ത്യയിലായിരുന്നു. ആ വലിയ രാഷ്ട്രമാണ് വിദേശാധിപത്യത്തിൽപ്പെട്ടത്. ബ്രിട്ടീഷുകാരുടെ ശക്തി കൊണ്ടല്ല ഇന്ത്യ പിടിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ പോലും 40,000 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 40,000 പേര്. അവരെങ്ങനെയാണ് ഇന്ത്യ ഭരിച്ചത്? ഇന്ത്യക്കാരനെ ഉപയോഗിച്ച് ഇന്ത്യക്കാരനെ അടിച്ചമർത്തി. സിദ്ധാർത്ഥ തോൽപ്പിക്കാൻ വേണ്ടി ഹിന്ദു ബാങ്കേഴ്സിനെ ഉപയോഗിച്ച് പീരങ്കിക്കകത്ത് വെള്ളമൊഴിച്ച് വാസി യുദ്ധം അവർ ജയിച്ചു. ടിപ്പു സുൽത്താനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി ഒരു മുസ്ലിമിനെ പൈസ കൊടുത്തിട്ട് ശ്രീരംഗപട്ടണം കോട്ട പൊളിക്കാനുള്ള പണി പറഞ്ഞു കൊടുത്തിട്ടാണ് ടിപ്പുവിനെ തോൽപ്പിച്ചത്. മറാത്താക്കാരെ തോൽപ്പിക്കാൻ മറാത്താക്കാരുടെ വലങ്കയായിരുന്ന സിന്ധ്യയുടെയും ഹോൾക്കറുടെയും സപ്പോർട്ടോടുകൂടിയാണ് ബ്രിട്ടീഷുകാർ ബാക്കിയുള്ള മറാത്താക്കാരെ തോൽപ്പിച്ചത്. ഓരോരോ രാജ്യം പിടിച്ചെടുക്കുമ്പോഴും ബ്രിട്ടീഷുകാർ ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നൊരു പരിപാടിയുണ്ട്. ഇനിയും അത് ഉണ്ടാവില്ല. നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ മറ്റൊരു രാഷ്ട്രത്തെയും അനുവദിക്കരുത്. അങ്ങനെ വീണ്ടും സമ്പൽ സമൃദ്ധമായ ഒരു ഇന്ത്യ ഉണ്ടാക്കാൻ നിങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരായി. ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ ഇന്ത്യ ലോകത്തിലെ 161ാമത്തെ ദരിദ്ര രാഷ്ട്രമായിരുന്നു.
60 വർഷത്തെ പ്രയത്നം കൊണ്ട് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ തലമുറയും പിന്നീട് വന്ന മഹാന്മാരായ നേതാക്കന്മാരും ഇന്ത്യയെ സാമ്പത്തികമായി ഉയർത്തി. അങ്ങനെ ഇന്ത്യ ലോകത്തിലെ 10ാമത്തെ ശക്തിയായി മാറിയിരുന്നു. 2011-12 ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 10.3%, 11.2% മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ. ഇനി ആ ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ 5ാമത്തെ ശക്തിയായി ഉയർന്നിരിക്കുകയാണ്. അമേരിക്ക, ചൈന, ജപ്പാൻ, ജർമ്മനി കഴിഞ്ഞ് 5ാം സ്ഥാനം. പക്ഷേ ഇന്ത്യ വിചാരിച്ചാൽ ജപ്പാനെയും ജർമ്മനിയും മറികടന്ന് ലോകത്തിലെ 3ാമത്തെ ശക്തിയായി മാറാൻ പറ്റും. 4-5 വർഷം കൊണ്ട് ചൈന അമേരിക്ക ഓവർടേക്ക് ചെയ്ത നമ്പർ 1 രാഷ്ട്രമായി മാറും. അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളായ നിങ്ങൾ കഴിഞ്ഞ അടുത്ത ഒരു 30-40 വർഷം കഴിയുമ്പോൾ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ ശക്തിയാക്കി മാറ്റാൻ വെച്ചാൽ ജപ്പാനെയും ജർമ്മനിയും മറികടന്ന് ലോകത്തിലെ 3ാമത്തെ ശക്തിയായി മാറാൻ പറ്റും. 4-5 വർഷം കൊണ്ട് ചൈന അമേരിക്ക ഓവർടേക്ക് ചെയ്ത നമ്പർ 1 രാഷ്ട്രമായി മാറും. അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളായ നിങ്ങൾ കഴിഞ്ഞ അടുത്ത ഒരു 30-40 വർഷം കഴിയുമ്പോൾ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ ശക്തിയാക്കി മാറ്റാൻ താങ്ക് യു സർ. തീർച്ചയായും അങ്ങയുടെ വാക്കുകൾ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്കും ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രചോദനമാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് പ്രത്യേക നന്ദി. അടുത്തതായി നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മറ്റൊരു സെഷനിലേക്ക് കടക്കുകയാണ്. നമ്മുടെ സ്കൂളിലെ 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന വ്യത്യസ്തങ്ങളായ ദേശഭക്തി ഗാനങ്ങളുടെ ഒരു മേള. 7 ടീമുകളാണ് ഈ പരിപാടിയിൽ ഗാനങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ പരിപാടി വിലയിരുത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരു ജഡ്ജിംഗ് പാനൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ദേശഭക്തി ഗാന മേള ഉദ്ഘാടനം ചെയ്യുന്നത് മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ കണ്ണൂർ ഷെരീഫാണ്. അരീക്കോട്ടുകാർക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ഉചിതമാണെന്ന് കരുതുന്നില്ല. അദ്ദേഹത്തെ സ്നേഹാദരം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും വെർച്വലായിട്ടാണ് കൂടുതൽ നടക്കുന്നത്. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി SOHSS അണിയിച്ചൊരുക്കുന്ന ദേശഭക്തിഗാന മത്സരം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. മിലേ സുർ മേരാ തുമ്ഹാരാ ഹോ സുർ ബനെ ഹമാരാ, मिले सुर मेरा तुम्हारा हो सुर बने हमारा. താങ്ക് യു സർ. ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ഒരു പ്ലേബാക്ക് സിംഗർ എന്ന നിലയിലും ചാനൽ വിധികർത്താവ് എന്ന നിലയിലും ഒക്കെ ഇപ്പോൾ ഒരുപാട് തിരക്കിലാണെന്ന് അറിയാം. എന്നിട്ടും നമ്മോടൊപ്പം ചേർന്നതിന് ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ പരിപാടി ഗാന വിരുന്ന് ആരംഭിക്കുകയാണ്. 6ാം ക്ലാസ്സുകാരാണ് ആദ്യമായി കടന്നു വരുന്നത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചുള്ള മനോഹരമായ ഒരു ഗാനം ചുറുചുറുക്കോടെ നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാർ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വെൽക്കം ടീം 6.
തിളങ്ങുന്ന മൊഞ്ച് മാമല നാടിന്റെ നെഞ്ചകത്തോപ്പിലെ മുല്ലമലരിന്റെ ചെണ്ട് കാളിക്കാവിൻ ചെണ്ടോ ഒരു കാളവണ്ടിക്കാരനോ കാലത്തിൻ തോപ്പിൽ നൽകുളിരൂറും തേനോ കാളിക്കാവിൻ ചെണ്ടോ ഒരു കാളവണ്ടിക്കാരനോ കാലത്തിൻ തോപ്പിൽ നൽകുളിരൂറും തേനോ നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ വാരിയം കൊണ്ടെത്തുന്ന ധീരശൂരരേ നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ വാരിയം കൊണ്ടെത്തുന്ന ധീരശൂരരേ പച്ച വിരിച്ച് കുളിർ മണം ചിന്തിട വള്ളുവനാടിന്റെ മണ്ണിൽ വെള്ളപ്പിശാചിനെ തൊഴിലെ മുടിയിൽ നെഞ്ചി കാണിച്ചൊരു ചെണ്ട് പച്ച വിരിച്ച് കുളിർ മണം ചിന്തിട വള്ളുവനാടിന്റെ മണ്ണിൽ വെള്ളപ്പിശാചിനെ തൊഴിലെ മുടിയിൽ നെഞ്ചി കാണിച്ചൊരു ചെണ്ട് കാളികാവിൻ ചെണ്ടോ ഒരു കാളവണ്ടിക്കാരനോ കാലത്തിൻ തോപ്പിൽ നൽകുളിരൂറും തേനോ. താങ്ക് യു ഓൾ. എല്ലാവർക്കും ഈ കൊച്ചുകൂട്ടുകാരുടെ ഗാനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വാരിയം കുന്നത്തിന്റെ പോരാട്ട വീര്യം മുഴുവൻ ആവാഹിച്ചുകൊണ്ടാണ് നമ്മുടെ കൊച്ചുകൂട്ടുകാർ ഇവിടെ ചുറുചുറുക്കോടുകൂടി ദേശഭക്തി ഗാനം ആലപിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായി 7ാം ക്ലാസ്സിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഗാനവുമായി കടന്നു വരുന്നത്. ഈ അടുത്ത കാലത്ത് വളരെയധികം ഹിറ്റായ ഒരു ദേശഭക്തി ഗാനമാണ് ഈ കൂട്ടുകാർ അവതരിപ്പിക്കുന്നത്. മാപ്പിളപ്പാട്ട് എഴുത്തുകാരനും സുല്ലമ ഇസ്ലാമിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയുമായ ബദറുദ്ദീൻ പാറന്നൂർ എഴുതിയ ഒരു ഗാനമാണ് അവർ ആലപിക്കുന്നത്. വേദിയിലേക്ക് കൃത്യമായ സ്വാഗതം.
താങ്ക് യു ഓൾ. അടുത്തതായി ഗാനവുമായി എത്തിച്ചേരുന്നത് ഈ സ്കൂളിലെ ഏറ്റവും ചെറിയ കൂട്ടുകാരികളാണ്, 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ. ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. Thank you.
താങ്ക് യു ഓൾ. ദേശഭക്തി ഗാനവുമായി ഇനി വേദിയിലെത്തുന്നത് ഈ സ്കൂളിലെ ഒരു പറ്റം കലാകാരന്മാരാണ്. പല ക്ലാസ്സുകളിലായി നിന്ന് തെരഞ്ഞെടുത്ത ആൺകുട്ടികളുടെ ഒരു ടീം ഇതാ ദേശഭക്തി ഗാനവുമായി വരികയാണ്. ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പകവെടിയണം കനലൊടുങ്ങണം ഈ സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. പകവെടിയണം കനലൊടുങ്ങണം ഈ സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യൻ തന്നുടെ മക്കളെ നോട്ടിരണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ച് കൈകളെ കോർത്തിരണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യൻ തന്നുടെ മക്കളെ നോട്ടിരണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ച് കൈകളെ കോർത്തിരണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടങ്ങൾക്കൊരു മനസ്സായി കാലമെങ്ങും പുലർത്തിന സൗഹൃദങ്ങൾ. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടങ്ങൾക്കൊരു മനസ്സായി കാലമെങ്ങും പുലർത്തിന സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും വാങ്ങൊലിയും പോലെ പള്ളി മണിയും ഉയർന്നിരട്ടെ. ശംഖിന്റെ നാദവും വാങ്ങൊലിയും പോലെ പള്ളി മണിയും ഉയർന്നിരട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനഞ്ചകത്തിലെന്നും അയകോട് ശോഭിതം. പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. താങ്ക് യു ഓൾ. ഇനി 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു ദേശഭക്തി ഗാനം കേൾക്കാം. അതിനുവേണ്ടി 8ാം ക്ലാസ്സിലെ കൂട്ടുകാരെ ഈ വേദിയിലേക്ക് സ്നേഹാദരം ക്ഷണിക്കുകയാണ്.
ഇത് സ്വാതന്ത്ര്യത്തിൻ ആഘോഷം. താങ്ക് യു ഓൾ. മനോഹരമായ ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഷൈജൽ ഒടുങ്ങാക്കാടാണ്. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ മ്യൂസിക് അധ്യാപകൻ കൂടിയായ ഹക്കീം പുൽപ്പറ്റയാണ്. ഇനി അടുത്തതായി 10ാം ക്ലാസ്സിലെ കൂട്ടുകാരാണ് ഗാനവുമായി നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നത്. വെൽക്കം യു ഓൾ, ടീം 10. താങ്ക് യു ഓൾ. ഇനി നമ്മുടെ ഈ മേളയിലെ അവസാന ഗാനവുമായാണ് 9ാം ക്ലാസ്സിലെ കൂട്ടുകാർ കടന്നു വരുന്നത്.
മതമൈത്രിയിൽ ഊന്നിക്കൊണ്ടുള്ള വളരെ മനോഹരമായ ഈ ദേശഭക്തി ഗാനം നമുക്ക് കേൾക്കാം. വെൽക്കം യു ഓൾ, ടീം 9. അരുതരുതേ ഭാരത മൈത്രി, നമ്മൾ തകർക്കരുതേ മമതേ, കൈവിട്ട് പോകരുതേ. അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ, കൈകോർത്ത നാടിതുമേ ഭാരതം നമ്മുടെ പൂക്കളമേ. അരുതരുതേ ഭാരത മൈത്രി, നമ്മൾ തകർക്കരുതേ മമതേ, കൈവിട്ട് പോകരുതേ. അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ, കൈകോർത്ത നാടിതുമേ ഭാരതം നമ്മുടെ പൂക്കളമേ. വെടിയുണ്ടയുതിർത്ത് പടവാളും പിടിത്ത്, വെടിയുണ്ടയുതിർത്ത് പടവാളും പിടിത്ത്, ചോര ചിന്തുകയോ ചോര ചിന്തുകയോ അരുതേ, ചോര ചിന്തുകയോ. അരുതരുതേ ഭാരത മൈത്രി, നമ്മൾ തകർക്കരുതേ മമതേ, കൈവിട്ട് പോകരുതേ. അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ, കൈകോർത്ത നാടിതുമേ ഭാരതം നമ്മുടെ പൂക്കളമേ. കേരളം ചുടുനിളം തീർത്തു, കാലമേ എന്തിതെന്നോർത്തു. ഭീകരവാദം പീഡനവും കണ്ട് ഭാരതം കരയുന്നു ദിനവും. വെടിയുണ്ടയുതിർത്ത് പടവാളും പിടിത്ത്, വെടിയുണ്ടയുതിർത്ത് പടവാളും പിടിത്ത്, ചോര ചിന്തുകയോ ചോര ചിന്തുകയോ അരുതേ, ചോര ചിന്തുകയോ. അരുതരുതേ ഭാരത മൈത്രി, നമ്മൾ തകർക്കരുതേ മമതേ, കൈവിട്ട് പോകരുതേ. വൈരവും വിദ്വേഷവും വെടിഞ്ഞ് ഒരു മാതാ മക്കളായി കാക്കൂ നാം ഭാരത ഐക്യം. അതാണ് നമുക്കിന്ന് വെടിയുണ്ടയുതിർത്ത് പടവാളും പിടിത്ത്, വെടിയുണ്ടയുതിർത്ത് പടവാളും പിടിത്ത്, ചോര ചിന്തുകയോ ചോര ചിന്തുകയോ അരുതേ, ചോര ചിന്തുകയോ. അരുതരുതേ ഭാരത മൈത്രി,
താങ്ക് യു ഓൾ. ഇതോടുകൂടി ദേശഭക്തി ഗാന മേളയിലെ മുഴുവൻ ഗാനങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഈ ടീമുകൾക്കുള്ള സമ്മാനദാനമാണ് നടക്കാൻ പോകുന്നത്. അതിനു മുൻപായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ ദേശഭക്തി ഗാനങ്ങളും വിലയിരുത്തപ്പെടുകയാണ്. നേരത്തെ നമ്മൾ അനൗൺസ് ചെയ്തതുപോലെ ഇവിടെ ഒരു ജഡ്ജിംഗ് പാനൽ ഈ മത്സരങ്ങളെല്ലാം, ഈ ഗാനങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്. ജഡ്ജിംഗ് പാനൽ ചീഫ് NK ജസ്ന ടീച്ചറെ വേദിയിലേക്ക് സ്നേഹാദരം ക്ഷണിക്കുകയാണ്. വിദ്യാർത്ഥിയായിരിക്കെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മപ്പിളപ്പാട്ട് മത്സരത്തിൽ ജേതാവായിട്ടുള്ള NK ജസ്ന ടീച്ചർ മികച്ച ഒരു ഗായികയാണ്. മാഡം പ്ലീസ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. 7 ടീമുകളാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇവിടെ ദേശഭക്തി ഗാനങ്ങൾ അവതരിപ്പിച്ചത്. വെറും 2 ദിവസത്തെ പ്രാക്ടീസ് മാത്രം കൊണ്ടാണ് അവര് ഇന്നിവിടെ അവതരിപ്പിച്ചത്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ 3 സ്ഥാനങ്ങളിലേക്കുള്ള ഒരു മത്സരമായിട്ടല്ല നമ്മളിവിടെ അവതരിപ്പിച്ചത്. പകരം ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിച്ച ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ 3 ടീമുകളെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ടീം 6 6ാം ക്ലാസ്, ടീം 7 7ാം ക്ലാസ്, ടീം 8 8ാം ക്ലാസ്. വളരെ മികച്ച രീതിയിലുള്ള ഒരു അവതരണമാണ് അവർ കാഴ്ചവെച്ചത് എന്ന കാര്യത്തിൽ ഞങ്ങൾ ജൂറി ടീം അംഗങ്ങൾ വളരെ സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയ ക്ലാസ്സുകാരോട്, അതായത് 10ാം ക്ലാസ്സിലെ കുട്ടികളോട് പോലും മത്സരിച്ച് നല്ല രീതിയിൽ ഉള്ള ഒരു അവതരണം കാഴ്ചവെച്ച ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹരായ ഒരു ടീമിനെയും കൂടെ ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ സ്കൂളിലെ കൊച്ചു കൂട്ടുകാരാണ് അവർ. 5ാം ക്ലാസ്സിലെ കുട്ടികളാണ്. വളരെ നല്ല രീതിയിൽ ഭാവം ഉൾക്കൊണ്ടാണ് ആ കുട്ടികൾ ഇവിടെ ദേശഭക്തി ഗാനം അവതരിപ്പിച്ചത്. പ്രത്യേകം അവരെ സന്തോഷം അറിയിക്കുന്നു, അതേപോലെ അഭിനന്ദിക്കുന്നു. ദേശഭക്തി ഗാന പ്രോഗ്രാമിൽ പങ്കെടുത്ത മുഴുവൻ ടീമുകൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു. താങ്ക് യു ജസ്ന ടീച്ചർ. ഇനി അടുത്തതായി നമ്മൾ സമ്മാനദാന ചടങ്ങിലേക്ക് കടക്കുകയാണ്. സുല്ലമുസ്ലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷം ഇത്രയും മനോഹരമാക്കിയത് നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ മനോഹരമായ ഗാനങ്ങളാണ്. ഈ ഗാനങ്ങൾ അവതരിപ്പിച്ച, ദേശഭക്തി ഗാനങ്ങൾ അവതരിപ്പിച്ച കൂട്ടുകാരെ നമ്മൾ ആദരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ CP അബ്ദുൽ കരീം സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹാദരം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇനി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് കൊച്ചു കൂട്ടുകാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി വേദിയിലേക്ക് എത്തിച്ചേരുന്നത് ഈ സ്കൂളിലെ ഏറ്റവും ചെറിയ കൊച്ചു കൂട്ടുകാരായ 5ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് ഞാൻ ക്ഷണിക്കുന്നത്. മനോഹരമായ ഒരു ഗാനം, മതമൈത്രിയിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ ദേശഭക്തി ഗാനം അവതരിപ്പിച്ച ഈ കൂട്ടുകാരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നത് 6ാം ക്ലാസ്സിലെ കൂട്ടുകാരാണ്. താങ്ക് യു സർ. 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കുള്ള സമ്മാന വിതരണമാണ് ഇനി നടക്കാനിരിക്കുന്നത്. അതിനുവേണ്ടി കൂട്ടുകാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി ദേശഭക്തി ഗാനം ആലപിച്ച ആൺകുട്ടികളുടെ ടീമിനുള്ള സമ്മാന വിതരണമാണ്. എട്ടാം ക്ലാസ്സിലെ കൂട്ടുകാർക്കുള്ള സമ്മാന വിതരണം നടക്കുകയാണ്. താങ്ക് യു ഓൾ. 9ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കുള്ള സമ്മാന വിതരണമാണ്. അതിനുവേണ്ടി കൂട്ടുകാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
താങ്ക് യു സർ, താങ്ക് യു ഓൾ. ഏറ്റവും അവസാനമായി 10ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കുള്ള സമ്മാന വിതരണം നടക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു ഓൾ. സമ്മാനദാനം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ CP അബ്ദുൽ കരീം സാർ 2 വാക്ക് സംസാരിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹാദരം ക്ഷണിക്കുന്നു. ബഹുമാനരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളുടെ 75ാം വാർഷികമാണ് ഇന്ന് ആചരിക്കുന്നത്. ഈ അല്പം മുമ്പ് സമാപിച്ച ദേശഭക്തിഗാന മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രതിഭകളെയും ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. അതിമനോഹരമായ ഒരു കലാവിരുന്ന് നമുക്ക് സമ്മാനിച്ച മുഴുവൻ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിലെത്തിയിട്ടുള്ള മുഴുവൻ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹൃദയരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. അതിന് തൊട്ടു മുൻപായി നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു ഗാനം അരീക്കോടിനെ കുറിച്ച് സ്കൂളിലെ അധ്യാപകരായ EKM പന്നൂർ രചിച്ച് KV അബൂട്ടി മാഷ് സംവിധാനം ചെയ്ത മനോഹരമായ ഈ ഗാനം കേൾക്കുക.
ദേശീയ ഗാനത്തോടുകൂടി നമ്മുടെ ആഘോഷ പരിപാടികൾക്ക് തിരശീല വീഴുകയാണ്. ഈ പരിപാടിയിൽ സംബന്ധിച്ച വിശിഷ്ടാതിഥികൾ, ഗാനങ്ങൾ അവതരിപ്പിച്ച കലാകാരന്മാർ, കലാകാരികൾ, പിന്നണിയിൽ പ്രവർത്തിച്ചവർ, പ്രേക്ഷകർ എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. जनगणमन अधिनायक जय हे भारत भाग्य विधाता।